السلام عليكم ورحمة الله وبركاته. حمدا كثيرا طيبا مباركا فيه. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഇൻഷാ അല്ലാഹ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ മലയാളം തജ്വീദ് ക്ലാസ്സുകൾ ഇടാൻ തുടങ്ങുന്നത്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ വന്നത് സൂറത്തുൽ മുൽക്കാണ്. സൂറത്തുൽ മുൽക്ക് നമുക്ക് തജ്വീദോടുകൂടി എങ്ങനെയാണ് ഓതുക എന്നുള്ളത് നോക്കാം. ഓക്കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. തബാറക ലൈറ്റ് ലെറ്ററാണ്. അപ്പോൾ നമ്മളതിനെ ത എന്നുള്ള രീതിയിൽ പറയാണ്ട് അതായത് വായ തുറക്കുന്ന സമയം ഒരുപാട് നമ്മൾ ഓപ്പൺ ചെയ്യാണ്ട് നിന്നാൽ മതി. ഓക്കെ. അതേപോലെ തന്നെയാണ് ബ ലൈറ്റ് ലെറ്ററാണ്. റോ ഹെവി ലെറ്ററാണ്. അപ്പോൾ നമ്മളതിനെ ഉയർത്തി പറയണം, തഫ്ഹീം ചെയ്തിട്ട് പറയണം. തബാറോ പിന്നെ ക ലൈറ്റ് ലെറ്ററാണ്. തബാറകല്ലദീ ലാമിന് ശബ്ദമുണ്ട്. അപ്പം നമ്മൾ ആ ഒരു കട്ടി 2 ലാമിൻ്റെ ടൈം മാത്രം കൊടുത്താൽ മതി. തബാറകല്ലദീ ബിയദിഹിൽ ബി എന്നെല്ലാം പറയുമ്പോൾ കെസ്റ ഫുള്ള് കൊടുക്കണം. അതുപോലെ യാൻ്റെ ഫത്ഹ ബിയ എന്നുള്ള രീതിയിൽ പറഞ്ഞു പോകണ്ട. ബിയദിഹിൽ ദി ഹി ഇതെല്ലാം ശ്രദ്ധിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ ക്ലിയർ ആയിട്ട് പുറത്ത് വരൂല. ബിയദിഹിൽ മുൽക്കു. അതുപോലെ ദൊമ്മേലും പറഞ്ഞ് ചുണ്ട് നല്ല റൗണ്ടാക്കി പറയുക. മുൽ ഇല്ലിന് ഒരു നമ്മൾ ശരിക്കും അതിൻ്റെ ഒരു തവസു ടൈമുണ്ട്, അത് നമ്മൾ കൊടുക്കണം. മുൽക്കു നേരത്തെ പറഞ്ഞ പോലെ കാഫിൻ്റെ ദൊമ്മ പറയുമ്പോൾ നമ്മൾ ചുണ്ട് റൗണ്ടാക്കി പറയുക. ചുണ്ട് റൗണ്ടാക്കി പറയുക. ഹുവ അല. അതേപോലെ ഹൂ പറയുന്ന സമയം വഹ്വ എന്നുള്ള രീതിയിൽ ഹാക്ക് സുക്കൂന് പോലെ വരാൻ പാടില്ല. വഹുവ അല ഐൻ അല എന്നാണ് നമ്മൾ പറയുക അധികം ആൾക്കാരും. ഐന് ശ്രദ്ധിക്കുക. കാരണം നമ്മളിപ്പം ഹംസ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മാറിപ്പോവും. കുല്ലി നേരത്തെ പറഞ്ഞ കാഫ് നമ്മൾ ഹെവി ആയി പോകാൻ പാടില്ല, കൂന്നായി പോകാൻ പാടില്ല. കുല്ലി ലാമിൻ്റെ ശബ്ദം ശ്രദ്ധിക്കുക. ഇവിടെ ചെയ്യുന്ന ഇഖ്ഫ നമ്മളൊന്ന് കുറച്ച് ഉയർത്തി, ഖാഫ് ഹെവി ലെറ്ററും ആണല്ലോ, അപ്പം നമ്മളൊന്ന് ഹെവി ആക്കിയിട്ട് ചെയ്യുക. ഖദീർ. ഓക്കെ. സ്റ്റോപ്പ് ചെയ്ത് എങ്ങനെയാണ്? ഇരിലാണ്. ഖദീർ. ഇരിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം സുക്കൂനുള്ള റാക്ക് നമ്മളിപ്പോൾ ഇവിടെ സുക്കൂൻ കൊടുത്തിട്ടല്ല വെച്ചത്. തൊട്ട് മുമ്പ് യാ മദ് വന്നുകൊണ്ടാണ് നമ്മൾ ലൈറ്റാക്കിയിട്ട് വെച്ചത്. അപ്പോൾ ഒന്നുകൂടി ഓതാം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي ഹംസ നമ്മുടെ ലൈറ്റാക്കി പറയുക. അല്ലാണ്ട് എന്നല്ല, അല്ലദീ എന്നല്ല. അല്ലദീ ഖലഖ. നല്ലോണം ഹെവി ആക്കി പറയുക. ലാമ് ലൈറ്റാണ്. ഖാഫും ഹെവി ആക്കിയിട്ട് നമ്മൾ പറഞ്ഞു. മൗത്ത മീമിന് ഫത്ഹയാണ്. അപ്പം മൗത്ത എന്നുള്ള രീതിയിൽ പറഞ്ഞു പോകാൻ പാടില്ല. മൗത്ത ലൈറ്റാക്കി. മൗത്ത വൽ ഇല്ലിനെല്ലാം തവസു ടൈം കൊടുക്കുക. ഹയാത്ത ഇവിടെ ഹാൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക. ലൈറ്റാക്കുക. ലിയബ്ലുവക്കും ഇവിടെ ഒരു ഗ്രീൻ കളറിൽ ചിഹ്നം കാണുന്നുണ്ട്. എന്താ പറയുന്നത്? ഈ ബാന് നമ്മൾ കൊളക്കലയാക്കണം. ലൂ എന്നല്ല പറയും. ചൂണ്ട് നമ്മൾ റൗണ്ടാക്കി പറയാം. ദൊമ്മ ഫുള്ള് പറയണം.
ലിയബ്ലുവ വ ലിയബ്ലുവക്കും അയ്യുക്കും അയ്യുക്കും. യാൻ്റെ ശബ്ദമുണ്ട്, അത് ശ്രദ്ധിച്ച് പറയുക. അയ്യുക്കും അഹ്സനു. ഹംസ ലൈറ്റാക്കുക, ഹാൻ്റെ സുക്കൂന് അഹ്. ആ ഒരു കാറ്റെല്ലാം പോകണം ശരിക്കും. അഹ്സനു സീന് ലൈറ്റാണ്. അമല ഐനിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക, മീമ് ലൈറ്റാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ 2 ഹർക്ക നീട്ടിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. തൻവീൻ ഫതഹത്തയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പം ഇതേപോലെ നീട്ടിയിട്ട് വേണം നിർത്തുക തന്നെ. അമല മധുര ഐവദ് എന്ന് പറഞ്ഞ റൂളാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്ത്. വഹുവൽ വാവ് ചുണ്ടോട് പറയുക. അതുപോലെ ഹാൻ്റെ തൊമ്മ ശ്രദ്ധിക്കുക. വഹു ഹാൻ്റെ മഖ്റജും ശ്രദ്ധിക്കുക. വഹു എന്നൊന്നും പറഞ്ഞു പോകാൻ പാടില്ല. വഹു വഹുവൽ അസീസുൽ ഐനിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക. അസീസുൽ ഗോയിന് ഹെവി ലെറ്ററാണ്, അപ്പോൾ അത് ഉയർത്തി പറഞ്ഞ് ഗഫൂർ. ഇവിടെ റോ നമ്മൾ ഉയർത്തിയിട്ടാണ് നിർത്തിയത്, ആ റോ എന്നുള്ള സൗണ്ടിൽ. കാരണം തൊട്ട് മുമ്പ് വാമദ്ദ വന്നേ, അന്നേരം നമ്മൾ റോനെ ഉയർത്തിയിട്ടാണ് പറയുക. ഓക്കെ, ഒന്നുകൂടി ഓതാം. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. ഇനി ബാക്കി ആയത്ത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.